ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഐഷ ഷംസ്, ഐഷ ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പച്ച ചീര തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചീര നന്നാക്കി കഴുകി വെള്ളം കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം ചെറുതാക്കി അരിയുക. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് തേങ്ങ ചിരണ്ടിയിടണം. തേങ്ങ കൂടുതലാവാൻ പാടില്ല കേട്ടോ, കുറച്ച് തേങ്ങ ഇടാൻ പാടുള്ളൂ. തേങ്ങ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ആയിട്ട് വരും. ചീരെല്ലാം കൂടി വെച്ച് കഴിയുമ്പോൾ ചീര വിട്ട് നിൽക്കണം. ചീര വെച്ച് കഴിഞ്ഞാൽ അത് വിട്ട് നിൽക്കുക. എന്നിട്ട് നമ്മൾ ഒരടുപ്പത്ത് ചട്ടി വയ്ക്കുക. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എന്നിട്ട് കടുക് പൊട്ടിക്കുക. അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, 1.5 ടേബിൾ ഇത്രയും ചീരയ്ക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ കൂടുതലാകുമ്പോൾ ഇതാകെ ഉടഞ്ഞതായിപ്പോവും. അപ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. 4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇട്ട് 8 ചെറിയ ഉള്ളിയും അതും ഇട്ട്, പിന്നീട് ഞാൻ 4 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ചീരയ്ക്ക് അത്ര ഉള്ള എരിവ് മതി. നിങ്ങൾക്ക് ഇനി ചുമന്ന മുളക് ഇടണമെന്നുണ്ടെങ്കിൽ ചുമന്ന മുളക് കൂടെ കേട്ടോ, ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പച്ചമുളക് കാണിച്ചിരിക്കുന്നു, ചുമന്ന മുളക് എൻ്റെ അടുത്ത് തീർന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ട് അത് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. കരിയാൻ പാടില്ല ഉള്ളി. നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കണം. അപ്പോൾ ഉള്ളി ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക നമ്മൾ. തീ ഒരുപാട് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാകില്ല. ചീര വെക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് വേണം നമ്മൾ ചീര വെക്കാൻ. അവിടുന്ന് മാറിപ്പോവാൻ പാടില്ല. പക്ഷെ നമ്മൾ അല്ലെങ്കിൽ ചീര കരിഞ്ഞ് ആകെ നാശം, അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും. എന്നിട്ട് നമ്മൾ ഇത് വഴന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഈ ചീര ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ചീരത്തോരൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നന്നാക്കിയിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ നല്ലോണം ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. കൈ എടുക്കാൻ പാടില്ല. ആ ഉള്ളിയൊക്കെ എല്ലായിടത്തും നമുക്ക് നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോഴാണ് ആ ഉള്ളിയുടെ എസൻസൊക്കെ ഈ ചീരയിലേക്ക് ആഡ് ചെയ്ത് വരുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പിടുക. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യത്തിനുള്ള ഉപ്പിടുക. എനിക്കിവിടെ കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗങ്ങളിലോട്ടും ഇത് മിക്സ് ചെയ്തും കൊണ്ടേയിരിക്കുക. നിങ്ങളും ഇതുപോലെ നല്ലൊരു ചീരത്തോരൻ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ഓക്കെ, ബൈ.